29 രൂപയ്ക്ക് കേന്ദ്രം വിതരണം ചെയ്യുന്ന ഭാരതരി ഫെഡറലിസത്തെ തകർക്കുമെന്നാണ് നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയുന്നത്. അങ്ങനെ അരി വിതരണം ചെയ്താൽ തകരുന്നതാണ് ഫെഡറലിസം എങ്കിൽ അത് തകർന്നു പോട്ടെ എന്നാണ് എനിക്ക്. എങ്ങനെ തകരും? കാരണം ഈ ഫെഡറലിസം അടുപ്പത്തിട്ട് വേവിച്ചാൽ ചോറാകില്ല. അരി അടുപ്പത്തിട്ട് വേവിച്ചാൽ ചോറാകും, കഞ്ഞിയാവും, മനുഷ്യന് കുടിക്കാം. ഫെഡറലിസം വിറകായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. എന്ത് കുന്തമാണ് ഈ ഫെഡറലിസം? ഞാൻ സുനിലിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, ഭരണഘടനയിൽ ഫെഡറൽ എന്നൊരു വാക്കില്ല. ഇല്ലാത്ത സാധനത്തെ ചൊല്ലിയാണ് ഇവർ ഈ ബഹളം വയ്ക്കുന്നത്. ഇവരാഗ്രഹിക്കുന്നുണ്ടത്. കാരണം ഫെഡറൽ വ്യവസ്ഥ എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഫെഡറൽ സ്റ്റേറ്റ്സാണ് അവരെല്ലാം. വിട്ടുപോകാം, എപ്പോൾ വേണമെങ്കിലും അവർക്ക് പിരിഞ്ഞു പോകാം. പിരിഞ്ഞു പോവില്ല, പിരിഞ്ഞു പോയാൽ അടി കിട്ടുന്നത് വേറെ കാര്യം. പക്ഷെ പിരിഞ്ഞു പോകാനൊരു സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ അതില്ല. അത് വേണമെന്നും കേരളം വേർപെട്ട് കഴിഞ്ഞാൽ സ്വർഗരാജ്യമാകുമെന്നാണ് CPIയുടെയും CPMൻ്റെയും വിചാരം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു 48 മണിക്കൂർ നേരത്തേക്ക് ഈ സ്വർഗരാജ്യം അങ്ങ് വിട്ടുകൊടുക്കുക. കണ്ടവൻ കൊത്തിപ്പറിക്കും. ഇവന്മാരൊക്കെ നാട് വിടും. ബാക്കി ഇവിടെ ഈ കേരളത്തെ പിടിച്ചു നിർത്താൻ വേറെ ആൾക്കാർ വേണ്ടി വരും. ഇവനൊക്കെ അടുത്ത ഫ്ലൈറ്റിന് കയറി സ്ഥലം വിടുകയില്ലേ? ഇവർ അമേരിക്കയിലും ദുബായിലും എല്ലാം നിക്ഷേപവും വസ്തുവൊക്കെ മേടിച്ചിരിക്കുന്നതല്ലേ. എന്നിട്ട് നാട്ടുകാരെ വഴിയാധാരമാക്കാനായിട്ട് ഫെഡറലിസം 29 രൂപയ്ക്ക് ആരെങ്കിലും ആര് തരാമെന്ന് പറഞ്ഞാൽ നാട്ടുകാരത് മേടിക്കും. ഇയാൾക്കെന്ത് സൂക്കേടാ? ഫെഡറലിസം തകർന്നു പോട്ടെ. കേന്ദ്രം ചെയ്യുന്ന മര്യാദകളല്ലേ ഭക്ഷ്യമന്ത്രി പറയുന്നത്? അത് റേഷൻ കട വഴി കൊടുത്തൂടെ? റേഷൻ കട വഴി കൊടുക്കുന്നുണ്ടല്ലോ. അത് വേറെ കേന്ദ്ര സർക്കാരിന്റെ റേഷൻ കട വഴി കൊടുക്കാനുള്ളത് റേഷൻ കട വഴി കൊടുക്കുന്നുണ്ട്. ഇതുവരെ കൊടുക്കുന്നില്ലല്ലോ. ഇത് വോട്ട് പിടിക്കാനാ നേരിട്ട് കൊടുക്കുന്നത്? അതെ, വോട്ട് പിടിക്കാനാണ്. അതുകൊണ്ട് എന്താ വോട്ട് പിടിക്കുന്നത് കുറ്റമാണോ ഈ നാട്ടിൽ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്ക്, ഈ മനുഷ്യൻ വോട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? വോട്ട് മോക്ഷത്തിനാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്? CPI തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നില്ലേ? വോട്ട് കിട്ടാനല്ലേ? ഇത് വോട്ട് പിടിക്കുന്നത് എന്തോ മോശപ്പെട്ട കാര്യമാണെന്ന്. അരി കൊടുത്ത് വോട്ട് പിടിക്കാവോ? അരി കൊടുത്തല്ല, തേങ്ങ കൊടുത്ത് വോട്ട് പിടിക്കും. ഇയാളാര് പോവാ? ഇത് എനിക്ക് മനസ്സിലാവില്ല. വോട്ട് ചെയ്യുന്നതും വോട്ട് വാങ്ങുന്നതും കൊടുക്കുന്നതും എനിക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നത് അപരാധമാണോ? അല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഈ നാഷണൽ. ഇതിനു മുമ്പ് കാണാത്ത പലരും കാണും മോദി സർക്കാരിന്റെ കീഴിൽ. മോദിയുടെ പടം വെച്ചിട്ട് വണ്ടി വരുന്നു അരി കൊടുക്കാനായിട്ട്. അതെ, റേഷൻ കാർഡും വേണ്ട. അതുകൊണ്ട് എന്താ? നിങ്ങൾ പിണറായി വിജയൻ നിങ്ങൾ 20 പേരും കൂടെ എഴുന്നള്ളിയില്ലേ ചില്ലിട്ട വണ്ടിയിൽ, ആനപ്പുറത്ത് എഴുന്നള്ളുന്ന പോലെ? അതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കൂല. നിങ്ങൾ ജീവിച്ചു. നിങ്ങളുടെ വണ്ടി ആര് തടസ്സപ്പെടുത്തി? നിങ്ങളുടെ വണ്ടി പോലീസുകാരും എല്ലാം കൂടെ തല്ലി. വലിയ കാര്യത്തിൽ ഞങ്ങളുടെ സപ്ലൈകോ ഒന്നുമില്ല. രാജാപ്പ ഇല്ലാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ അത് വാങ്ങിച്ചതിന് കാശ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് കൊടുത്താൽ എൻ്റെ TG അരി മാത്രമല്ല, പരിപ്പുണ്ട്, വില കുറച്ച് സവാള കൊടുക്കുന്നുണ്ട്. ഉണ്ടെന്ന് ഞങ്ങളുടെ കട പൂട്ടിക്കണം. അത് നിങ്ങളുടെ കട പൂട്ടുന്നില്ലല്ലോ. നിങ്ങളുടെ സപ്ലൈകോ നിങ്ങൾ നടത്തിക്കോ. സപ്ലൈകോ ഇപ്പം നിന്ന് പോയതെന്താ? നിങ്ങൾ വാങ്ങിച്ച കടയിൽ നിങ്ങൾ കാശ് കൊടുത്തില്ല. അതിന് മോദി എന്ത് പിഴച്ചു? നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ അരിയും പരിപ്പും മുളകും ഒക്കെ മേടിച്ചു. അത് സപ്ലൈകോ വഴി വിറ്റു. ആ വിറ്റ കാശ് ജനങ്ങൾ എന്ന് കാശ് മേടിച്ചിട്ടാണല്ലോ. ആ കാശെങ്കിലും ഈ ആന്ധ്രാക്കാരനും കൊടുക്കണ്ടേ? നിങ്ങൾ അതും വിഴുങ്ങി. ഇപ്പോൾ ആന്ധ്രയും തമിഴ്നാടും ഒക്കെ പറഞ്ഞു ഞങ്ങളിനി സാധനം തരുന്നില്ല, ഞങ്ങൾക്ക് തരാനുള്ളതിൻ്റെ 3-1 തരണേ എന്നാണ് അവർ പറയുന്നത്. അതുപോലും കൊടുക്കാൻ ഈ ചേട്ടൻ്റെ ഇല്ല. ഇയാളുടെ കട പൂട്ടി. ഇതിൽ മോദി എന്ത് കഴിച്ചു? നിങ്ങളെ ഒരു സാധനം വിൽക്കുമ്പോൾ എവിടെ നിന്നാണോ നിങ്ങൾ സാധനം കടം മേടിച്ച് അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും കൂടെ വേണം. അല്ലാതെ വിറ്റ കാശ് നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ അയാൾ സാധനം തരില്ല. പിന്നെ ഇതൊക്കെ പ്രാഥമിക കാര്യമല്ലേ ഒരു കച്ചവടത്തിൽ. ഈ അരി ഉണ്ടല്ലോ, ഭാരതരി, ഞങ്ങളുടെ റേഷൻ കട തന്നിരുന്നെങ്കിൽ ഞങ്ങളൊരു അരി എന്നാക്കിയിട്ട് പിണറായിയുടെ ഒരു പടം കൂട്ടിച്ച് കൊടുക്കുമായിരുന്നു. കൊടുക്കുന്നേ, അത് തരുന്നില്ലല്ലോ. നിങ്ങൾ മോദിയുടെ പടം വെച്ചല്ലേ കൊടുക്കുന്നത്. അതാണ് ഒരു കാര്യം ചെയ്യും. ഇപ്പം ഇരിക്കുന്ന റേഷൻ കടയുണ്ടല്ലോ, ആ റേഷൻ കട എല്ലാം പേര് റേഷൻ കട എന്നാക്കി മാറ്റിക്കും. അവിടെ ഓരോ DYFIക്കാരനെ നിർത്തുക. മാസം ഒരു 50,000 രൂപ ശമ്പളത്തിൽ ഈ വരുന്ന ഓരോ വല്യമ്മമാർ സഞ്ചിയായിട്ട് വരുമല്ലോ, അവരോടൊക്കെ പറയണം ഇത് പിണറായി വിജയൻ തരുന്ന അരിയാണ്, പിണറായി വിജയൻ തരുന്ന അരിയാണ്. അത് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ പിണറായിയുടെ അരിയാണെന്ന് ഇങ്ങനെ സ്പീക്കറിൽ വെച്ചാൽ സ്പീക്കറിൽ അതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണഭൂതൻ ഈ പാട്ടൊക്കെ കേൾപ്പിച്ചുകൊണ്ട് അങ്ങനെ വല്ലതും പരിപാടി നോക്കുക. അല്ലാതെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നേർക്ക് വെറുതെ ഇങ്ങനെ വണ്ടിയിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെ നാഷണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ വഴിയൊക്കെ ഈ അരി കൊടുക്കുന്നതിനെ എന്തിനാണ് ഇവർ ഇത്ര പേടിക്കുന്നത്? ഈ പറയുന്ന അരിക്ഷാമം എന്നൊക്കെ പറഞ്ഞ് ഇവർ പേടിപ്പിക്കുമല്ലോ. ഇതൊന്നുമില്ല.
അരി നാട്ടിൽ സുലഭമായിട്ട് കിട്ടാനുണ്ട്. കിലോയ്ക്ക് 29 രൂപയ്ക്ക് ഞാൻ തരാൻ ദേ പിടിച്ചോ. അല്ല, എനിക്ക് മനസ്സിലാത്ത കാര്യം ഭക്ഷ്യമന്ത്രി പറയുകയാണേ, ഇങ്ങനെ കേന്ദ്രം 29 രൂപയ്ക്ക് അരി കൊടുത്താൽ പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാവുന്നു. അത് എനിക്ക് ആലോചിച്ചിട്ട് പിടികിട്ടില്ല അങ്ങനെയാണെന്ന്. അങ്ങേർക്ക് എന്ത് ഭ്രാന്ത് കയറിയെന്ന് എനിക്കറിയാമില്ല. പൊതുവിപണിയിൽ ഇപ്പോൾ അരിവില എത്രയാണെന്ന് ഈ ഭക്ഷ്യമന്ത്രിക്ക് അറിയാമോ? സിവിൽ സപ്ലൈ മന്ത്രിക്ക് അറിയാമോ? ഇവരാരെങ്കിലും എന്നെങ്കിലും കടയിൽ പോയി 1 കിലോ അരി മേടിച്ചിട്ടുണ്ടോ? വാങ്ങിയിട്ടില്ല. പണ്ട് എപ്പോഴെങ്കിലും ചെറുപ്പമായിരുന്നു 84 രൂപ വരെ ഉണ്ട് 1 കിലോ അരിക്ക്. അതെ, 68 മുതൽ 84 രൂപ വരെയാണ് പല സൈസ് അരിക്ക്. ഉണ്ടമട്ട, വടിമട്ട, മറ്റേ മട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ഇതിൻ്റെ വില നിൽക്കുന്നത്. അപ്പോൾ 29 രൂപയ്ക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇത് മേടിക്കുമോ അത് മേടിക്കുമോ? അതിൻ്റെ വില കൂടുന്നെങ്ങനെ? അതിൻ്റെ കുറയല്ലേ ഉള്ളൂ. അതെ, അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്, പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാക്കും. ഏത് ഈ പൊതുവിപണി? വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. സപ്ലൈകോ ആയിരിക്കും. ഇതുപോലത്തെ ചില വാക്കുകൾ ഉണ്ടാക്കി വയ്ക്കും. പൊതുവിപണി. ഏതാ ഈ പൊതുവിപണി? ആരെ ഈ പൊതുവിപണിയിലെ റേറ്റ് തീരുമാനിക്കുന്നത്? ഇവർക്ക് വല്ല നിയന്ത്രണമുണ്ടോ? വിലയുടെ പുറത്ത് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? ഞാൻ കൊച്ചിയിലെ ഒരു പച്ചക്കറിക്കാരനോട് ചോദിച്ചു, നിങ്ങൾ ഈ എറണാകുളത്ത് നിന്ന് പച്ചക്കറി കൊച്ചിയിൽ കൊണ്ടുവന്ന് വിറ്റ് ബുദ്ധിമുട്ട്, നേരെ ഇവിടെ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് എടുത്താൽ പോരെ? ഒരു ടെമ്പോ കൊണ്ടുപോവുക, അല്ലെ 2 ടെമ്പോ ആയിട്ട് പോയി ഒരാഴ്ചത്തേക്കുള്ള സാധനം ഇവിടെ വന്നു. പുള്ളി പറഞ്ഞു, ആ ടെമ്പോയുമായിട്ട് അങ്ങ് ചെല്ല്. ഞാൻ പറഞ്ഞു, അതെന്താ സാറേ? പോയി നോക്ക്, കിട്ടില്ല സാധനം. ഞാൻ പറഞ്ഞു, ഞാൻ പൊള്ളാച്ചി മാർക്കറ്റിൽ നിന്ന് 5 കിലോ സവാള, 5 കിലോ ഉരുളക്കിഴങ്ങ്, ഏകദേശം 5 കിലോ ക്യാബേജ് ഒക്കെ ഒരാവശ്യത്തിന് കാറിൽ പോയതാണ്. അപ്പോൾ ഡിക്കിയിലേക്ക് കയറ്റി ഞാൻ കൊണ്ടുവന്നില്ല. അതൊക്കെ വ്യക്തിപരമായ ആവശ്യത്തിനാണെന്ന് അവർക്കറിയാം. 5 കിലോ സവാള എന്നൊക്കെ പറഞ്ഞാൽ പൊള്ളാച്ചി മാർക്കറ്റിൽ 5 കിലോ സവാള എന്ന് പറഞ്ഞാൽ സാറെന്താ ചുമ്മാ എറിഞ്ഞു കളയാൻ 25 കിലോ വേണം അവർക്ക്. അപ്പോൾ ഇതൊക്കെ കൊടുക്കും. പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് 4 ഏജൻറ്റുമാർ കഴിഞ്ഞിട്ടേ ഈ സാധനം വണ്ടി കയറുള്ളൂ. 4 ഏജൻറ്റുമാരുണ്ട്. ഈ കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഈ സാധനത്തിന് വില പറഞ്ഞ് ലോഡ് കയറ്റാമെന്ന് സാറ് വിചാരിക്കേണ്ട. അവൻ പറയും, ഇത് ആ ഫസ്റ്റ് ഫ്ലോറിൽ ചെല്ലുന്നു, ഫസ്റ്റ് ഫ്ലോറിൽ 3ാമത്തെ മുറിയിൽ. വായിരിക്ക് എന്നെ വേണോ? ബന്നാരി എന്നാണ് സവാളയ്ക്ക് അവർ പറയുന്നത്. ബന്നാരി ഇത്ര കിലോ, ഇത്ര വിലയാകും. ശരി, അയാളൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പുമായിട്ട് അടുത്ത ഏജൻറ്റിൻ്റെ അടുത്ത് പോകണം. അയാളുടെ ഇത് മാർക്കപ്പ് ചെയ്തിട്ട് വില റെഡിയാക്കി അയാളെ കാശ് ഏൽപ്പിക്കുക. അയാളൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് കൊണ്ടുവന്ന് കടയിൽ കൊടുക്കുക. ഡേയ് മുരുക എന്ന് പറഞ്ഞിട്ട് ആ സ്ലിപ്പ് ഇവൻ മുരുകൻ്റെ കയ്യിൽ കൊടുക്കും. മുരുകൻ ലോഡിങ്ങിൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ലോഡ് ചെയ്യും. ഇതാണ് പരിപാടി. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. പൊള്ളാച്ചി മാർക്കറ്റിൽ വില കുറഞ്ഞു കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെപ്പോലുള്ള ഒറ്റ ആൾക്കാർ പോകുമ്പോഴാണ് കൊണ്ടുപോടാ 5 കിലോ സവാള. വലിയ കാര്യമല്ല അവർക്ക്, അങ്ങനെ തരുന്നതാണ്. അല്ലാതെ ബൾക്കായിട്ട് കച്ചവടക്കാർ അവസാനിപ്പിക്കാനാണ് ഒരു കർഷക ബില്ല് കൊണ്ടുവന്നത്. ഇവന്മാരെല്ലാം കൂടെ തോപ്പിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കിപ്പോൾ ആകെ ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം മാർക്കറ്റിൽ പോയിട്ട് അപ്പോഴത്തേക്ക് ഇത് 4 ഏജൻറ്റുമാർ കഴിഞ്ഞ് എറണാകുളം മാർക്കറ്റിലെത്തും. എറണാകുളം മാർക്കറ്റിൽ നിന്ന് റീറ്റെയിലുകാർ കൊണ്ടുപോകും. കളമശ്ശേരി കൊണ്ടുപോയി, എടപ്പള്ളി കൊണ്ടുപോയി, അവിടെ ഇവിടെ കൊണ്ടുപോയി. ഇതാണ്. കോഴിക്കോട് നിന്ന് തമിഴ്നാട്ടിലേക്ക് തക്കാളി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ ടാറ്റ ഫർണോൺസ് ഉണ്ടല്ലോ, ഈ സാധനം പോകും. നേരെ തക്കാളി പാടത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് തക്കാളി ടെമ്പോയിൽ കയറ്റി ഇവിടെ വരും. ഈ സാധനം പാടത്ത് നിന്ന് നേരെ കോഴിക്കോട് മാർക്കറ്റിൽ പോകുന്നുണ്ടെങ്കിലും ഇതിൻ്റെ നടുക്ക് 4 ഏജൻറ്റുമാരുണ്ട്. കാശ് ഈ തക്കാളി കർഷകന് കൊടുക്കുന്ന ഒരു ഏജൻറ്റാണ്, കോഴിക്കോടുകാരനല്ല. കോഴിക്കോടുകാരന് ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കണം, അയാൾ അടുത്ത ആളെ ഏൽപ്പിക്കും, അയാൾ അടുത്ത ആളെ ഏൽപ്പിക്കും, അയാൾ കർഷകന് കൊടുക്കും. ഇതാണ് കർഷകന് തക്കാളിക്ക് 5 രൂപയെ കിട്ടുകയുള്ളൂ. പക്ഷേ കോഴിക്കോട് 50 രൂപയായിരിക്കും. ഈ കളിയാണ് മോദി നിർത്താൻ നോക്കിയത്. അപ്പോൾ ഈ ദല്ലാളുമാരെല്ലാം കൂടെ ഇവരുടെ ഗുണഭോക്താക്കളാണ് ഈ പറഞ്ഞ ഭക്ഷ്യമന്ത്രി. അവനൊക്കെ ഇവൻ്റെ കാശ് മേടിച്ചിട്ടാണ് കഴിയുന്നത്. ഇങ്ങേര് നേരിട്ട് ഇവിടെ ഒട്ടൻചത്രം, നമ്മുടെ തെങ്കാശിക്കപ്പുറം ഒട്ടൻചത്രത്ത് പോയി നേരിട്ട് പച്ചക്കറി മേടിക്കാൻ പോകുന്നു. അവിടെ പോയി കർഷകരുമായിട്ട് കരാർ വെച്ചു. 3 മാസത്തെ വിള മുഴുവൻ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. കർഷകർ അവിടെ അന്വേഷിച്ചു മാർക്കറ്റിൽ, എന്താ ഈ പരിപാടി, കേരള സർക്കാർ നേരിട്ടെടുക്കാമെന്ന് പറയുന്നു. കർഷകർ സ്വാഗതം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇതുമൊക്കെ എല്ലാ ചാനലിലും ഫ്ലാഷ് കൊടുക്കുള്ളൂ. കർഷകർ സമ്മതിച്ചു. അവിടുത്തെ ഏജൻറ്റുമാർ പറഞ്ഞു, അതേ കേരള സർക്കാരിന് നേരിട്ട് കൊടുക്കുന്നതിൽ തിരക്കിടുന്നുമില്ല, കാശ് മേടിച്ചോളണം, മുൻകൂർ മേടിച്ചോളണം, അല്ലെങ്കിൽ അവൻ കാശ് തരില്ല.
അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് മുൻകൂർ കാശ് വേണം. അപ്പോൾ കേരള സർക്കാർ പറഞ്ഞു അത് പറ്റില്ല, കാരണം നമ്മുടെ ഈ തട്ടിപ്പ് പരിപാടിയാണ്. സാധനം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട് വിടും, ഇവർക്കറിയാം. ഈ റിവേഴ്സ് കുംഭകോണമാണ് കേരളത്തിൽ നടക്കുന്നവർക്കറിയാം. ഈ കുംഭകോണം എന്ന് വെച്ചാൽ എന്താ ഈ കുംഭകോണം എന്ന് വിളിക്കുന്നത്? തമിഴ്നാട്ടിലൊരു സ്ഥലമാണ്. തമിഴ്നാട്ടിലൊരു സ്ഥലമാണ്. പക്ഷേ കുംഭകോണം ഇവിടെ അഴിമതിക്ക് കുംഭകോണം, തട്ടിപ്പിന് കുംഭകോണം. എന്താ കാര്യം? ഈ കുംഭകോണത്ത് നിന്ന് 1941 മറ്റാണ് കുംഭകോണത്ത് നിന്ന് ഒരു ശിവരാമൻ ചെട്ടിയാർ കൊല്ലത്ത് വന്നു. കാശ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഇരട്ടിയായി കൊടുക്കും. 1000 രൂപ ഇട്ട് 2000 രൂപ, 5000 രൂപ ഇട്ട് 10000 രൂപ. അപ്പോൾ നോട്ടിരട്ടിപ്പ് കാശിരട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മലയാളിക്ക് വലിയ സന്തോഷമാണ്. എല്ലാവരും ശിവരാമൻ ചെട്ടിയാരുടെ കാശ് കൊടുക്കും. ശിവരാമൻ ചെട്ടിയാർ പോയി കുംഭകോണത്ത് കയറണം. 6 മാസമായി, 1 വർഷമായി, 1.25 വർഷമായി. ചെട്ടിയാരും ഇല്ല, കാശും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ചെട്ടിയാർ വലിയ സർട്ടിഫിക്കറ്റൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, FD അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള കടലാസിലെ കയ്യിരിക്കുന്നു. കോടതി പോയി. 5-6 പേര് വണ്ടി കയറി കുംഭകോണത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 110 ശിവരാമൻ ചെട്ടിയാരുണ്ട്. ഇവർ അന്വേഷിക്കുന്ന ശിവരാമൻ ചെട്ടിയാർ ഇല്ലതാൻ. അവസാനം തമിഴന്മാർ ചൂടായി, എന്നെ വേണം, എന്നെ ചെയ്യാ വിടുവേൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു വരട്ടെ നീ ചെട്ടിയാരെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങാതെ ഇവർ വേടാ ജീവൻ കിട്ടും, ഇവിടുന്ന് സ്ഥലം വിട്ടോ, ജീവനെങ്കിലും കിട്ടും, കാശോ പോയി. ഇതാണ് കുംഭകോണം. അന്ന് മുതലാണ് കേരളത്തിൽ ഓരോ ഇതുവരെ കലാപരിപാടിക്ക് കുംഭകോണം എന്ന് പേര് വരാൻ കാര്യം ഈ ശിവരാമൻ ചെട്ടിയാരുടെ തട്ടിപ്പാണ്. ഇന്ന് വരെ ആർക്കും ആ ശിവരാമൻ ചെട്ടിയാരെ രണ്ടാമത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഇതാണ് കുംഭകോണം. ഈ കുംഭകോണം ശിവരാമൻ ചെട്ടിയാരുടെ നാട്ടിൽ പോയിട്ട് ഇവർ കാണിക്കാൻ പോയി. പച്ചക്കറിയൊക്കെ കാശ് പിന്നെ തരാം. അത് തെങ്കാശിയിൽ തമിഴൻ വിടുമോ? അവൻ പറഞ്ഞു കാശ് മുൻകൂർ പോയി, എനിക്കിതിനെ അറിയാം മലയാളി എന്നവൻ. അവസാനം ആ പരിപാടി പൊളിഞ്ഞു. മാത്രമല്ല തമിഴ്നാട്ടിലെ ഏജൻറ്റുമാർ ഇവരെ പേടിപ്പിക്കുകയും ചെയ്തു. അതേ 1 വർഷം അയാൾ കൊണ്ടുപോകും, അടുത്ത വർഷം നിങ്ങൾ എന്ത് ചെയ്യും? ഞാനെടുക്കില്ല. അയ്യോ പിന്നെ അവരുമായിട്ട് ദീർഘകാല കരാറുണ്ട്, അടുത്ത 30 വർഷത്തേക്ക് എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കർഷകർ പറഞ്ഞു അല്ല ഒപ്പൊക്കെ അവരിട്ട് തരും, അവരെടുക്കില്ല. ഒപ്പിട്ടത് ഈ KTDFCക്ക് നിന്ന ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടിയുടെ കാശില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത സർക്കാരാണ്. അവർക്കാണ് കർഷകരെ പറ്റിക്കാൻ ഒരു സന്യാസി പണത്തിൻ്റെ 300 കോടി രൂപ പോയി. അതെ, അങ്ങനെയുള്ളവരാണോ ഈ വഴുതനങ്ങ കൃഷി ചെയ്യുന്നവന് കാശ് കൊടുക്കാൻ പോകുന്നത്? പോളാവില്ല എന്ന് പറയും. ഇവ മാറും. അപ്പോഴത്തേക്ക് മന്ത്രിസഭ മാറി. CPIയെ കാണാനില്ല. CPIയിലെ രാജൻ ഇവിടെ പോയി, പൂനെക്ക് പോയി എന്നൊക്കെ പറയും. ആരെയും കിട്ടില്ല. ആ കാശ് വെള്ളത്തിൽ പോകും. ഈ കച്ചവടത്തിന് തമിഴൻ കർഷകന് തയ്യാറാവുക അവൻ ചെയ്യില്ല. അവന് തിരുനെൽവേലി മാർക്കറ്റ്. ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടാൻ വേണ്ടി കിറ്റ് കൊടുക്കുന്ന പരിപാടി തുടങ്ങിയ കിറ്റപ്പൻ സർക്കാരാണ് നമ്മുടേത്. അവർ പിന്നെന്തിനാണ് ഈ അരി കൊടുക്കുന്നതിനെ കുറ്റം പറയുന്നത്? അല്ല, അത് അവർക്ക് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ ഇതിനു മുമ്പും ആ സുനിലിനോട് ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ നോ അഡ്മിഷൻ എന്ന് എഴുതി വയ്ക്കും. അത് പോസ്റ്റ് മാസ്റ്റർ കയറരുതെന്നല്ല, നാട്ടുകാർ കയറാൻ പാടില്ല എന്നാണ്. ഇതുപോലെ CPM നോ അഡ്മിഷൻ ബോർഡ് വെച്ചിരിക്കുന്നു. പക്ഷേ അത് CPMന് ബാധകമല്ല. അവർക്കിത് ചെയ്യാം. നരേന്ദ്രമോദിയോ മറ്റു പാർട്ടികളോ ചെയ്തുകൂടാ. ഇതാണ് ഈ നോ സെയിൽസ്. ഏതായാലും ഭാരതരി തങ്ങളുടെ അരി എടുക്കുമോ എന്ന് ഇടതുപക്ഷത്തിനൊരു പേടിയുണ്ട്. അയ്യോ, അവർക്ക് പലവിധ പേടികളും ഉണ്ടാകുന്നതാണ്. ഈ ജന്തർ മന്ദറിൽ പോയി ബഹളം വെച്ചത്. അവിടെ ആകുമ്പോൾ ചന്തയാണ്. അതെ, ബഹളം വെക്കാൻ പറ്റിയ സ്ഥലമാണ്. ആ ബഹളത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലമാണ് ജന്തർ മന്ദർ. ഇവർ രാംലീല മൈതാനത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചാൽ എത്ര പേരുണ്ടാവും? രാംലീല മൈതാനം നിറയാനായിട്ട് 55,000 പേര് മിനിമം വേണം. നമ്മുടെ ചാനലുകളിലൊന്നും ഇതിൻ്റെ ഓഡിയൻസിനെ കാണിച്ചില്ലെന്നല്ലേ, വേദി മാത്രമേ കാണിച്ചുള്ളൂ. ഓഡിയൻസിനെ കാണിച്ചാൽ അതിന് തൊട്ട് പുറകിൽ കർഷക മോർച്ച, പട്ടേൽ സമരം, മറ്റേ സമരം, മറിച്ച് സമരം, ഓഡിയൻസിനെ കാണുന്നില്ലല്ലോ. കാണിക്കില്ല. കാരണം ഈ അവിടെയുള്ള ഈ നമ്മുടെ മലയാളം TV ചാനലിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, പ്രശാന്ത് രഘുവംശം, ബാലഗോപാൽ, ധനസുമോദ്, ഇവരൊക്കെ ഉണ്ടല്ലോ. അവർക്ക് വിളിയുണ്ട്. അവർക്കറിയാം സദസ്സിനെ കാണിച്ചാൽ ഇത് പൊളിയും. അവർ ദിവസവും അവിടെ ജന്തർ മന്ദറിൽ പൊറുതി നടത്തുന്നവരല്ലേ. ഒന്നല്ലെങ്കിൽ ഒരു സമരം അവിടെ ഉണ്ടായിട്ട് വേണ്ടേ കാണിക്കാൻ. അതായിരിക്കും അവരും ചെയ്തത്. അതല്ലെങ്കിൽ ഈ വിഷ്വൽസ് വാങ്ങുന്ന ഏർപ്പാടുണ്ട്. എല്ലാവരും എല്ലാ സ്ഥലത്തും എത്തില്ല. ചിലതൊക്കെ ലോക്കൽ വീഡിയോഗ്രാഫർമാരെ ഏൽപ്പിക്കും. എടാ ഒന്ന് എടുത്തിട്ട് എനിക്ക് തരണം, ഞാൻ സുപ്രീം കോടതിയിൽ പോവുക, ആ ചേട്ടൻ പൊക്കോ, ഞാൻ തന്നേക്കാം. ഇയാൾ ഇത് ന്യൂസ് 8 കൊടുക്കും, ജനൻ TVക്ക് കൊടുക്കും, മാതൃഭൂമിക്ക്, മനോരമയ്ക്കൊക്കെ കൊടുക്കും. ചില വിഷ്വൽസൊക്കെ നോക്കിയോ എല്ലാം ഒരേപോലെ ഇരിക്കും.
ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓരോ ജില്ലയിലും 100-200 വണ്ടികളാണ് മോദിയുടെ അരിയും കടലയും പരിപ്പും സവാളയും ഒക്കെ ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വണ്ടികൾ വരുമെന്ന്. അതിന് പകരം ഔട്ട്ലെറ്റ്സ് ഉണ്ടെന്ന്. നാഫെഡിന് തൃശ്ശൂരൊക്കെ വണ്ടികൾ ഓടുന്നുണ്ട്, എറണാകുളത്ത് തൃശ്ശൂർ വണ്ടികൾ ഓടുന്നുണ്ടാവാം. പക്ഷേ എറണാകുളത്തുണ്ട്. കൂടുതലും ഇവർ ചെയ്യാൻ സാധ്യത നാഫെഡിൻ്റെ നബാർഡിൻ്റെ ഒക്കെ അവർക്ക് സ്ഥലമുണ്ട്, കെട്ടിടങ്ങളുണ്ട്. അതിൻ്റെ ഒരു മുറി ഇതിനായിട്ട് ഓൺലൈൻ വഴി ലഭ്യമാക്കുന്ന പറഞ്ഞാൽ ഓൺലൈൻ വഴി ചെയ്യാം. ഓൺലൈൻ വഴി ഇപ്പോൾ തന്നെ ഉണ്ട്. അതെ അതെ, ഓൺലൈൻ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇപ്പോഴല്ല, ഒരു 6 മാസം മുമ്പ് തന്നെ തുടങ്ങിയത്. അരി, ഉഴുന്ന്, പരിപ്പ്. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ആണ് കൂടുതൽ. അത് ഏത് പ്ലാറ്റ്ഫോമിലാണ് കിട്ടുന്നത്? ഓൺലൈനിൽ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭാരത് റൈസ് അതിൽ ഭാരത് റൈസ് എന്ന് പറഞ്ഞാൽ ടപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഇതിൽ പോവാം. ഇവരുടെയാണ് UPI വഴി പേയ്മെന്റ് കൊടുത്താൽ നാഫെഡിൻ്റെ വെബ്സൈറ്റാണ്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് യു ടു കറക്റ്റായിട്ട് അവിടെ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഉണ്ട്, റൈസ്, പരിപ്പ്, മറ്റത് മറിച്ചത്. അപ്പോൾ ഇത് വീട്ടിലെത്തും? വീട്ടിലെത്തും. നമ്മുടെ പ്രേക്ഷകർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമായിരിക്കും നാഫെഡിൻ്റെ സൈറ്റിൽ അല്ലേ? അപ്പോൾ അത് ഈ നിങ്ങളൊരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ കൂടുതലാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഫ്രൈറ്റ് ഫ്രീ ആയിരിക്കും. ആമസോണൊക്കെ ചെയ്യുന്നില്ല. 500 രൂപ കൂടുതൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണ്ട. ഏതായാലും തപാൽ ചാർജ് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾക്ക് ഇതൊരു സഹായമാണ്. പരമാവധി ആളുകൾ ഞാനിത് 6 മാസം മുമ്പ് ഞാനിത് കണ്ടു. അപ്പോൾ അരി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അന്ന് ഈ അരിയെ കൊടുക്കുന്നുണ്ട്, ബിരിയാണി റൈസാണ്. നമ്മൾ ബിരിയാണി റൈസ് ഈ സവാളയുടെ വില 80 രൂപയായിരുന്നപ്പോൾ ഈ എറണാകുളത്തെ നാഫെഡിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ 24 രൂപയ്ക്ക് വാങ്ങിയിരുന്നു. ഇതുണ്ട്. ഇത് ജനങ്ങൾ കൂടുതൽ ജനങ്ങൾ അറിഞ്ഞു വരണം. അതിനൊരു സാമർഥ്യം കേരള BJPയും കാണിക്കണം. അതെ അതെ, ഏതായാലും ഇത് ഭാരതരി സുലഭമാണ്, ആളുകൾ വാങ്ങട്ടെ. വിലക്കയറ്റം അങ്ങനെയെങ്കിലും അതിൻ്റെ കെടുതിയിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടട്ടെ. രക്ഷപ്പെടും, തീർച്ചയായിട്ടും രക്ഷപ്പെടും. ഡോണ്ട് വറി. ഇവരൊന്നും അല്ലെന്ന് ഈ കാര്യങ്ങൾ നടത്തുന്നത് മോദിയും വേറെ ആമ്പിള്ളേരെ ചേർന്നിട്ടാണ്. അതെ ഇവർ ഈ വാചകമടി സിന്ദാബാദും ഒക്കെ ഇവർ ബഹളം വെച്ചുകൊണ്ടിരിക്കട്ടെ, ആളുകൾ വാങ്ങട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.